പോണ്ടിച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് വൻതുക നികുതി വെട്ടിപ്പ് നടത്തിയെന്ന കേസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകില്ല. മാത്രമല്ല, കേസിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും കേസിൽ നിന്ന് ഒഴിവാക്കാനാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. വൈകാതെ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ടുള്ള നിയമ നടപടികൾ ഉപേക്ഷിച്ചതായി കോടതിയിൽ റിപ്പോർട്ട് നൽകും. 2017 രജിസ്റ്റർ ചെയ്ത കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. 47 വണ്ടികളുടെ ഉടമകൾക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. ഇതിൽ മിക്കവർക്കും പോണ്ടിച്ചേരിയിൽ വിലാസമുണ്ടെന്നാണ് കണ്ടെത്തൽ. വ്യാജവിലാസം കാണിച്ചവർ പിഴയൊടുക്കി നിയമലംഘനം പരിഹരിച്ചുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. സുരേഷ് ഗോപിയെയും ഫഹദ് ഫാസിലിനെയും ക്രൈംബ്രാഞ്ച് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടിരുന്നു. ഇതിനു പിന്നാലെ ഫഹദ് നികുതിയായി 19 ലക്ഷം രൂപയാണ് അടച്ചത്. എന്നാൽ അതേസമയം തന്നെ സുരേഷ് ഗോപിക്കെതിരായ നിയമ നടപടി തുടർന്നു വരികയായിരുന്നു. ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ഒഴിവാക്കുന്നതെന്നാണ് പുറത്തുവരുന്ന സൂചന. വാഹനം കേരളത്തിൽ എത്തിക്കാത്ത സാഹചര്യത്തിൽ അമല പോളിനെതിരായ കേസ് കേരളത്തിൽ നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണം അവസാനിപ്പിച്ചുള്ള റിപ്പോർട്ട് നേരത്തെ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പിഴയടച്ചതിനാൽ ഫഹദ് ഫാസിലിനെയും ഒഴിവാക്കിയിരുന്നു. പോണ്ടിച്ചേരിയിൽ താമസക്കാരാണെന്ന് വ്യാജരേഖ ഉണ്ടാക്കിയാണ് സുരേഷ് ഗോപിയും അമല പോളും വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തത്. വാഹന ഡീലർമാരും ഏജന്റുമാരും ഉൾപ്പെട്ടതാണ് തട്ടിപ്പെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. തങ്ങളുടെ വാടക വീടിന്റെ വിലാസത്തിലാണ് കാറുകൾ രജിസ്റ്റർ ചെയ്തതെന്ന് സുരേഷ് ഗോപിയും അമല പോളും അറിയിച്ചിരുന്നതെങ്കിലും വാടക ചീട്ട് ഹാജരാക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല. സുരേഷ് ഗോപിയുടെ 60 ലക്ഷം രൂപയുടെ കാറുകൾ 3,60,000 രൂപയ്ക്കും 1,60,000 രൂപയ്ക്കും നികുതി വെട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. പോണ്ടിച്ചേരിയിലെ എല്ലപ്പിള്ളൈ ചാവടിയിലെ കാർത്തിക അപ്പാർട്ട്മെന്റിൽ താൽക്കാലിക താമസക്കാരനാണെന്ന് കാണിച്ചാണ് വെട്ടിപ്പ് നടത്തിയതെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. സുരേഷ് ഗോപിക്കെതിരെ വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, മോട്ടോർ വാഹന നിയമലംഘനം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത്. 70 ലക്ഷം വിലമതിക്കുന്ന ബെൻസ് ഇ ക്ലാസ് കാറാണ് ഫഹദിന്റേത്. 14 ലക്ഷമാണ് താരം നികുതി വെട്ടിച്ചത്. കോടിയേരി ബാലകൃഷ്ണന്റെ മിനി കൂപ്പർ വിവാദമായിരുന്നു അന്വേഷണത്തിന് കാരണം. തട്ടിപ്പ് നടത്തുന്നവരിൽ കൂടുതലും പ്രശസ്തരാണെന്നായിരുന്നു ഗതാഗത വകുപ്പിന്റെ കണ്ടെത്തൽ. എത്ര ഉന്നതരായാലും രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്ന നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. 20 ലക്ഷത്തിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് 20% നികുതി. ഇതര സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും രജിസ്ട്രേഷൻ നടത്തി നികുതി വെട്ടിച്ച് സംസ്ഥാനത്തോടുന്നത് 2000-ലേറെ ആഡംബര കാറുകളാണെന്നാണ് തിരിച്ചറിഞ്ഞത്.